നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾക്കുമേൽ പ്രതികാര നടപടിയുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ചുമത്തിയപ്പോൾ സുപ്രീം കോടതി അതിൽ ഇടപെടുകയുണ്ടായല്ലോ. സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ഒട്ടേറെ രാജ്യങ്ങൾക്ക് അത് വളരെ ആശ്വാസകരമായിരുന്നു. ചുമത്തിയ തീരുവ വർധന സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. ദേശീയ അടിയന്തരാവസ്ഥ കാലങ്ങളിൽ ഉപയോഗിക്കാനുള്ള നിയമം ദുരുപയോഗം ചെയ്ത് ട്രംപ് അധികാരപരിധി ലംഘിച്ചു എന്നൊക്കെയാണ് കോടതി വിധിച്ചത്. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാനൊന്നും പ്രസിഡന്റ് ട്രംപ് തയ്യാറല്ല. താരിഫുകൾ നിയമാനുസൃതമല്ലെന്ന സുപ്രീം കോടതി വിധി ഡൊണാൾഡ് ട്രംപ് പാടെ തള്ളിയിരിക്കുകയാണ്. തീരുവകൾ ചുമത്താൻ തനിക്ക് പരമാധികാരമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ജഡ്ജിമാർ ദേശസ്നേഹമില്ലാത്തവരെന്നും വിദേശ താൽപ്പര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നുമൊക്കെയാണ് ട്രംപിന്റെ ഭാഷ്യം. ജഡ്ജിമാർ ഭരണഘടനയോട് കൂറില്ലാത്തവരെന്നും പറയാനും ട്രംപ് മറന്നിട്ടില്ല. ഇന്ത്യക്ക് മേലുള്ളത് 18% തുടരുമെന്നും നരേന്ദ്രമോദി വലിയ മനുഷ്യനെന്ന് പറയാനും ട്രംപ് തയ്യാറായി. അതും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി വിധി തള്ളിക്കൊണ്ടുള്ള ട്രംപിൻ്റെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഞാൻ അതിലൊന്ന് തുടങ്ങിയെന്നേ ഉള്ളൂ. നമ്മുടെ നാട്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഉറ്റുനോക്കുന്നത് മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ്. ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ ഇന്ന് നടക്കുകയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ. ചികിത്സാ പിഴവിൽ കേസെടുത്തിട്ടുണ്ട് അമ്പലപ്പുഴ പോലീസ്. മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തിരിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് വരാൻ പോവുകയാണ്. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്, വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇത്. വിശദമായ വാർത്തകളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. താരിഫുകൾ നിയമാനുസൃതമല്ലെന്ന കോടതി വിധി തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജഡ്ജിമാർ ദേശസ്നേഹമില്ലാത്തവരെന്നും വിദേശ താൽപ്പര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും ട്രംപ്. തീരുവകൾ ചുമത്താൻ തനിക്ക് പരമാധികാരമെന്നും ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധികം നികുതി ചുമത്തി. ഇന്ത്യക്ക് മേലുള്ളത് 18% തുടരും. ഇന്ത്യയുമായുള്ളത് മികച്ച ബന്ധമെന്നും ട്രംപ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്ത് അമ്പലപ്പുഴ പോലീസ്. മുൻ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയ്ക്കെതിരെ നിലവിൽ കേസില്ല. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന്. ഉഷ ജോസഫിന് ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ. അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. OP ബഹിഷ്കരണം 6ാം ദിവസം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. ഭാഗികമായി എംപാനലായ ആശുപത്രികളെ മെഡിസെപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയുന്ന രോഗികൾ വലയുന്നു. പ്രതിസന്ധിയിലാക്കിയത് എല്ലാ വിഭാഗം ചികിത്സകളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ പദ്ധതിയിൽ തുടരാനാകൂ എന്ന നിബന്ധന. ഡയാലിസിസ്, കീമോ പോലുള്ള ജീവൻ രക്ഷാ ചികിത്സകൾ മുടങ്ങുമോ എന്ന് ആശങ്ക. സംസ്ഥാനത്തെ SIR അന്തിമ വോട്ടർ പട്ടിക ഇന്ന്. കരട് പട്ടികയിൽ നിന്ന് 9 ലക്ഷത്തോളം പേർ ഒഴിവാകും. പരാതിയിലുള്ളവർക്ക് അപ്പീൽ നൽകാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ CPM സെക്രട്ടേറിയറ്റ് ഇന്ന്. 52 മണ്ഡലങ്ങളിലെ BJP സാധ്യതാ പട്ടിക തയ്യാറായതായി സൂചന. 90 മണ്ഡലങ്ങളിൽ BJP മത്സരിച്ചേക്കും. ഇടുക്കി വാഗമണിൽ ഭൂരഹിത കുടുംബങ്ങൾക്ക് 12 വർഷം മുമ്പ് വിതരണം ചെയ്ത ഭൂമി ഇനിയും അവകാശികൾക്ക് ലഭിച്ചില്ല. പട്ടയം കൈവശമുണ്ടായിട്ടും ഭൂമി സ്വന്തമാക്കാൻ കഴിയാതെ 24 കുടുംബങ്ങൾ. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ. നാളെ വൈകിട്ട് 7 മണിക്ക് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പകരച്ചുങ്കം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധിക നികുതി ചുമത്തി. താരിഫുകൾ നിയമാനുസൃതമല്ലെന്ന കോടതി വിധി തള്ളിയ ട്രംപ് ബദൽ നിയമങ്ങൾ ഉപയോഗിച്ച് തീരുവ പുനഃസ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. Members of the court, absolutely ashamed for not having the courage to do what's right for our country. Foreign countries that have been ripping us off for years are ecstatic. They're so happy. And they're dancing in the streets, but they won't be dancing for long.
That I can assure you. വ്യാപാര പങ്കാളികളായ രാജ്യങ്ങൾക്ക് മേൽ താൻ ചുമത്തിയ തീരുവകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ അപമാനകരം എന്ന് വിശേഷിപ്പിച്ച ശേഷമാണ് 150 ദിവസത്തേക്ക് 10% ആഗോള താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക കമ്മി പരിഹരിക്കാൻ താൽക്കാലികമായി സർചാർജ് ചുമത്താൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന 1974 നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് പുതിയ പ്രഖ്യാപനം. മുൻപ് ചുമത്തിയ താരിഫുകൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ജഡ്ജിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ട്രംപ് ജഡ്ജിമാർ ദേശസ്നേഹമില്ലാത്തവരാണെന്നും വിദേശ താൽപര്യങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും കുറ്റപ്പെടുത്തി. നികുതി ചുമത്താനുള്ള അധികാരം ഭരണഘടനാപരമായി കോൺഗ്രസിനാണ് ഉള്ളതെന്നും പ്രസിഡന്റിന് അത് ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയാണ് 9-6 വോട്ടോടെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധി പ്രസ്താവിച്ചത്. അതേസമയം ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% തുടരുമെന്നും നരേന്ദ്രമോദി തന്റെ ഉത്തമ സുഹൃത്താണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. And we're doing trade with India. India pulled out of Russia. You know, India was getting its oil from Russia, right? And they pulled way back at my request because we want to settle that horrible war where 25,000 people are dying every month. And my relationship with Prime Minister Modi is, I would say, great. തന്റെ വ്യാപാര അജണ്ടയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് തീരുവ ചുമത്താൻ കൂടുതൽ ശക്തമായ മാർഗങ്ങളുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയോ മറ്റു ഡോക്ടേഴ്സോ പ്രതികളല്ല. ഉഷ ജോസഫിന് ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വരും. ഒപ്പം ചികിത്സാ പിഴവിൽ കേസെടുത്തിട്ടുണ്ടല്ലോ പോലീസ്. ഈ കേസെടുത്തിരിക്കുന്നത് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ മാത്രമാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് നഴ്സുമാർക്കെതിരെയോ ഒന്നും കേസെടുത്തിട്ടുമില്ല. എന്താണ് അറിയാനാവുന്നത്? ഈ ഉഷ ജോസഫിന്റെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ പോലീസ് ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ബന്ധു നൽകിയ പരാതിക്കുള്ളിൽ ഡോക്ടർ ലളിതാംബികയുടെ പേര് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലളിതാംബിക ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഈ ബന്ധുക്കൾ നടത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിനെയോ നഴ്സിംഗ് യൂണിറ്റിലെ ഹെഡായിരുന്ന ധന്യക്കെതിരെയോ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം ആരോഗ്യവകുപ്പ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആ ഘട്ടത്തിൽ പോലും പോലീസ് എന്തുകൊണ്ടാണ് ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്താത്തത് എന്നത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ലളിതാംബികയുടെ പേര് മാത്രമാണ് പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന ഒരു ന്യായമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന നിലയിൽ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള സൂപ്രണ്ട് നിയോഗിച്ചിട്ടുള്ള ഒരു ടീം നടത്തിയ പരിശോധന അന്വേഷണം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റിപ്പോർട്ടും ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് പോലീസിന് ഉൾപ്പെടെ സമർപ്പിക്കുന്ന കാര്യം ഉണ്ടാകുക. ഇതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെയും പ്രതി ചേർക്കും. ഈ ഷാഹിനെ ഉൾപ്പെടെയുള്ള ആ ഘട്ടത്തിൽ 2021 ഈ സർജറി നടത്തിയിട്ടുള്ള മറ്റ് നേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം തന്നെ കേസിൽ പ്രതി ചേർക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഉഷ ജോസഫിനെ സംബന്ധിച്ച് ഇന്ന് ശസ്ത്രക്രിയ നടക്കും. അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. അതിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധമായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡെല്ലാം ചേർന്നിട്ടാണ് അത്തരത്തിലേക്കുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. വിശദമായ പരിശോധന നടത്തി ഈ കത്രികയുടെ സ്ഥാനം ഉൾപ്പെടെ നിർണയിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ നടക്കുന്ന ഘട്ടത്തിലേക്ക് മാറുക. എന്തായാലും പ്രതിഷേധം വലിയ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നടപടി എടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് സമർപ്പിച്ചിട്ടുണ്ട്. 3 റിപ്പോർട്ടുകളാണ് നിലവിൽ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർമാർക്ക് ഉൾപ്പെടെ നിലവിൽ സസ്പെൻഷൻ നടപടികൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ നടപടി നടക്കാത്ത സ്വാഭാവികമായും അവർ വിരമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വകുപ്പ് തല നടപടി അവർക്കെതിരെ സാധ്യമല്ല. അതിനാൽ തന്നെയാണ് ഷാഹിദയ്ക്കെതിരെയും ഈ ധന്യക്കെതിരെയും നിലവിൽ സസ്പെൻഷൻ നടപടികൾ നടത്തിയിട്ടുള്ളത്. കേസിൽ പോലീസ് ഇവരെയും ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ കൂടുതൽ ശരി. അജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നടക്കും.
സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ തുടരുന്ന OP ബഹിഷ്കരണ സമരം 6ാം ദിവസവും തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ മുടക്കില്ലെന്ന് KGMCTയെ അറിയിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 4 ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഏതാനും ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത്. സമരം ശക്തമാക്കുമെന്ന് സംഘടന അറിയിച്ചതോടെ ഡയസ്നോൺ പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതേസമയം ശമ്പള വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സൂചനാ പണിമുടക്കവും ഇന്ന് നടക്കും. കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് നഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സമരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഭാഗികമായി എംപാനലായ സ്വകാര്യ ആശുപത്രികളെ മെഡിസെപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്ന നിരവധി രോഗികൾ വലയുകയാണ്. എല്ലാ വിഭാഗം ചികിത്സകളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ പദ്ധതിയിൽ തുടരാനാവൂ എന്ന നിബന്ധനയാണ് നിലവിൽ ചികിത്സ തേടിക്കൊണ്ടിരുന്ന രോഗികളെ ദുരിതത്തിലാക്കിയത്. ഡയാലിസിസ്, കീമോ പോലുള്ള ജീവൻ രക്ഷാ ചികിത്സകൾ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ രോഗികൾ. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ ഉയർത്തിയും കൂടുതൽ ആശുപത്രികളെ ഉൾപ്പെടുത്തിയുമുള്ള മെഡിസെപ്പിന്റെ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വന്നതോടെ നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന നിരവധി രോഗികളാണ് ദുരിതത്തിലായത്. ആദ്യഘട്ടത്തിൽ ചില ചികിത്സാ വിഭാഗങ്ങൾക്ക് മാത്രം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന സ്വകാര്യ ആശുപത്രികളും മെഡിസെപ്പിൽ ഉണ്ടായിരുന്നു. 2ാം ഘട്ടത്തിൽ ആശുപത്രികളിലെ എല്ലാ ചികിത്സാ വിഭാഗങ്ങളും മെഡിസെപ്പിന്റെ പരിധിയിൽ വരണമെന്ന നിബന്ധന വന്നു. നിബന്ധന പാലിക്കാത്ത ആശുപത്രികൾ ഇതോടെ മെഡിസെപ്പിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാഗികമായി എംപാനലായ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരുന്ന രോഗികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഞങ്ങളിവിടെ വന്നിട്ട് 3 വർഷം ആവാനായി. മെഡിസെപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റൂല. അതിനൊരു പരിഹാരം വേണം. ഡയാലിസിസ്, കീമോ പോലുള്ള ജീവൻ രക്ഷാ ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ദുരിതത്തിലായത്. കൂടുതൽ പേർക്ക് എല്ലാ ചികിത്സയും ലഭിക്കുന്ന പ്രായോഗിക തീരുമാനമാണ് മെഡിസെപ്പ് 2ാം ഘട്ടത്തിൽ എടുത്തതെങ്കിലും അറിയിപ്പില്ലാതെ മെഡിസെപ്പ് നിലച്ചത് ആദ്യഘട്ടത്തിലുള്ളവരുടെ തുടർ ചികിത്സയെ ബാധിക്കുകയാണ്. മറ്റ് സ്വകാര്യ ആശുപത്രികളെ ചികിത്സയ്ക്കായി ഇവർക്ക് സമീപിക്കാമെങ്കിലും അവിടെയും പ്രായോഗിക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ 1 മാസത്തോളമായി നമുക്ക് മെഡിസെപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അത് ഗവൺമെൻറ് പുതിയ എന്തോ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം പൈസ കൊടുത്താണ് ചെയ്യുന്നത്. എന്നും പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് വലിയൊരു പൈസ വരും. അതുകൂടാതെ മന്ത്ലിയുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. അതൊന്നും മെഡിസെപ്പിൽ വരുന്നതല്ല. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴേക്ക് വലിയൊരു തുക തന്നെ നമുക്ക് 1 മാസത്തിൽ ചിലവ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് സ്ലോട്ട് കിട്ടാത്തതുകൊണ്ട് പോകാൻ കഴിയില്ല. മെഡിസെപ്പിലുള്ള സ്ഥലത്തേക്ക് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ചെല്ലാനാണ് ഒഴിവുള്ളത്. അപ്പോൾ അത്തരം ഒരു പ്രയാസങ്ങൾ അതുമുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഒരുപാട് പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സ്വകാര്യ ആശുപത്രി അധികൃതർ സർക്കാരുമായി നടത്തുന്ന ചർച്ചയിലാണിപ്പോൾ ജീവൻ രക്ഷാ ചികിത്സ തേടുന്ന രോഗികളുടെ പ്രതീക്ഷ. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഇന്നിപ്പോൾ അന്തിമ വോട്ടർ പട്ടിക വരികയാണ്. ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കണക്ക് രജിത്ത് പറയുകയുണ്ടായി. പുറത്തായവരുമുണ്ടല്ലോ, ആ കണക്കുകളും അതൊക്കെ ഏത് വിധത്തിലാണ്? തീർച്ചയായും മായ, അന്തിമ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ ഒരു പ്രഖ്യാപനം അത് ആ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് 2,69,53,644 പേരാണ് പുതിയതായുള്ള വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് എന്നതാണ്. അതിൽ തന്നെ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 8,97,8,90,000 പേർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്നതാണ്. അത് കൃത്യമായി ഈ പട്ടിക തയ്യാറാക്കി വന്ന സമയത്താണ് ഈ പട്ടികയിൽ നിന്നും 8,97,000 പേരുടെ പട്ടികയ്ക്ക് പുറത്ത് ആയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. എന്ത് തന്നെയായാലും മണ്ഡലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോപ്പികൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയാണ്. അത് പ്രകാരമായിരിക്കും ഇനി വരാൻ പോകുന്ന സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം വോട്ടർ പട്ടികയായി പരിഗണിക്കുന്നത്. ഇതായിരിക്കും എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ്
കമ്മീഷൻ വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വലിയൊരു പ്രോസസ്സായാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ, അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ രാജ്യത്താകമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പാക്കിയത്. അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴായി വോട്ടർ പട്ടിക പുറത്തേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഡേറ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനടക്കമുള്ള നിരവധി സമയങ്ങൾ നീട്ടി നൽകിക്കൊണ്ട് കൃത്യമായി തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ തന്നെ പുരുഷന്മാരുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1,31,26,048 പുരുഷന്മാരും സ്ത്രീകളുടെ നോക്കുമ്പോൾ 1,38,27,319 സ്ത്രീകളുമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് 277 പേർ ഉണ്ട്. അത് പ്രായപരിധി തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയുള്ള ലിസ്റ്റുകൾ തയ്യാറായിട്ടുണ്ട്. 18, 19 പ്രായപരിധിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് 4,24,518 പേരാണ്. 85 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്. അത് 2,04,608 പേർ. ഒപ്പം തന്നെയാണ് പ്രവാസി വോട്ടർമാരുടെ കണക്കുകളും ഇതിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. 2,23,558 പേരാണ്. ഭിന്നശേഷി വോട്ടർമാർ 2,43,698 പേർ. അങ്ങനെ കണക്കുകൾ വളരെ കൃത്യമായി തന്നെ ഈ പട്ടികയിൽ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അപേക്ഷകൾ, SIRന്റെ നടപടിക്രമങ്ങൾ, SIRലേക്ക് പേരുകൾ ചേർക്കുക, SIRുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെയും ജനുവരി 31 സമാപിച്ചു. രജിത്ത്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് വരാൻ പോവുകയാണ്. അതിന്റെ വിവരങ്ങളാണ് രജിത്ത് ഇപ്പോൾ തന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം മറ്റൊരു വിവരം വരുന്നത്, ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ CPMന്റെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഈ സീറ്റ് വിഭജനമാണല്ലോ കീറാമുട്ടിയായിട്ട് വരുന്നത്. അക്കാര്യങ്ങൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ വെക്കില്ലേ? തീർച്ചയായും നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളിലേക്ക്, സമകാലിക വിഷയങ്ങളിലേക്കടക്കം CPMന്റെ സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേർന്ന് വിലയിരുത്തലുകൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് വിഭജനം തന്നെയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളുടെ സീറ്റുകൾ വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന ഡേറ്റ് അടക്കം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചുകൊണ്ട് അടുത്ത ദിവസം നടക്കുന്ന LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. ഒപ്പം തന്നെ എത്ര സീറ്റുകൾ ആർക്കൊക്കെ വിട്ടു നൽകണം, ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സീറ്റിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ വിട്ടു നൽകിക്കൊണ്ട് മറ്റ് സീറ്റുകളിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുതൽ തന്നെ യോഗങ്ങൾ, ചർച്ചകളും ഒക്കെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പുറമേയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇന്ന് പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഇത് വിശദമായ ഒരു ചർച്ചയ്ക്ക് കളം വയ്ക്കും. ഒപ്പം തന്നെയാണ് ഈ CPMന്റെയും അതുപോലെ തന്നെ CPIയുടെ അടക്കമുള്ള മേഖലാ ജാഥകളടക്കം ആരംഭിച്ചിരുന്നു. ഈ മേഖലാ ജാഥകളുടെ ഒരു വിലയിരുത്തലുകൾ അടക്കം ഉണ്ടാകും. കാരണം ഈ മേഖലാ ജാഥകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രചാരണം ലഭിച്ചില്ല എന്ന കാര്യമാണ് വിവിധ കോണുകളിൽ നിന്നും നേതാക്കളിൽ നിന്നുള്ള നേതാക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ. ആ കാര്യങ്ങൾ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി പറയും. ഇന്നലെ തന്നെ CPIയുടെ സെക്രട്ടേറിയറ്റിലടക്കം ഈ മേഖലാ ജാഥകൾ വേണ്ട രീതിയിൽ ഗുണം ചെയ്തില്ല, CPMന്റെ മേഖലാ ജാഥകൾ സാധാരണ ജാഥകൾ പോലെ ആയി എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ അടക്കം വന്നിട്ടുണ്ട്. അവ ഉൾപ്പെടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ചയാകും. ഒപ്പം തന്നെയാണ് ശബരിമല വിഷയം, സാധാരണ രീതിയിൽ ഇപ്പോൾ നടക്കുന്ന ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പം ബാർ സമയക്രമം, ബാർ സമയക്രമം പുനഃക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നും സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടി കേന്ദ്രങ്ങളിലേക്കടക്കം നേതാക്കളും മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കുകയാണ്. അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിക്കും എന്നത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ അടക്കം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. രജിത്ത്, മറ്റൊന്ന് BJPയുടെ കാര്യമാണ്. 52 മണ്ഡലങ്ങളിലെ സാധ്യതാ പട്ടികകൾ തയ്യാറായി എന്ന തരത്തിലൊക്കെ ഔദ്യോഗിക വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. 90 മണ്ഡലങ്ങളിൽ BJPയും മറ്റു മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളും മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. RSSന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാവുമല്ലോ അല്ലേ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക? BJPയും സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പട്ടികകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കടക്കം ഇതിനോടകം തന്നെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം BJPയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ളത് BDJS അതുപോലെ തന്നെ ഇപ്പോൾ 2020 അടക്കമുള്ള ഘടകകക്ഷികളെ ചേർത്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി BJP പോകുന്നത്. അതിൽ തന്നെ 3 രീതികൾ, അത് BJP ഏകദേശം 90ഓളം സീറ്റുകളിൽ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ BDJS ഏകദേശം 50-ലധികം സീറ്റുകൾ
BDJS-നും ബാക്കി സീറ്റുകൾ 2020-ക്ക് അടക്കം ആ രീതിയിലുള്ള ഒരു കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ 90 സീറ്റുകൾ BJP മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ ആ സീറ്റുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ആരൊക്കെയായിരിക്കണം മത്സര രംഗത്തേക്ക് എത്തുക എന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ തീരുമാനവും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 3 രീതിയിലാണ് BJP ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റുകൾ. എന്നാൽ അതിനുശേഷം ഉള്ള മറ്റൊരു ഘട്ടമെന്ന നിലയിൽ മറ്റ് വിജയസാധ്യത കുറച്ചുകൂടി കുറഞ്ഞ സീറ്റുകൾ, തീരെ വിജയസാധ്യത ഇല്ല എങ്കിൽ തന്നെയും കൃത്യമായി സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന സീറ്റുകൾ, അത്തരത്തിലൊരു 3 ഘട്ടങ്ങളായിട്ടാണ് BJP സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയും സീറ്റുകളുടെ സാധ്യതാ ലിസ്റ്റുകൾ അടക്കം തയ്യാറാക്കുകയും ചെയ്യുന്നു. ഒരു സാധ്യതാ ലിസ്റ്റിൽ തന്നെ 3-ലധികം ആളുകളുടെ പേരുകൾ ഉണ്ടാവും. ആ പേരുകൾ പിന്നീട് കേന്ദ്രത്തിന് സമർപ്പിച്ചാണ് അന്തിമ ലിസ്റ്റിലേക്ക് പോവുക. എന്നാൽ സംസ്ഥാനത്ത് RSSന്റെ അടക്കമുള്ള അല്ലെങ്കിൽ RSSന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ പുരോഗമിക്കുന്നുണ്ട്. RSSന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ സാധ്യതാ ലിസ്റ്റുകൾ തയ്യാറാക്കുക. പിന്നീട് ഈ സാധ്യതാ ലിസ്റ്റിൽ നിന്നായിരിക്കും കൃത്യമായി ലിസ്റ്റിലേക്ക് കേന്ദ്ര നേതൃത്വം പോവുക. രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ തിരക്കിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കും ED നോട്ടീസ്. തന്ത്രി മാർച്ച് ആദ്യവാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N വാസുവിനും ED നോട്ടീസ് അയച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, കണ്ഠരര് രാജീവരുടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ തന്നെ വാർത്ത കൊടുത്തതാണ്. ഉടൻ തന്നെ ഒരു ED നോട്ടീസ് രാജീവർക്ക് വന്നേക്കാം എന്നും പറഞ്ഞ് അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചത്? മായ, കണ്ഠരര് രാജീവർക്ക് ഇപ്പോൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മാർച്ച് ആദ്യവാരമാണ് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായിട്ട് പ്രധാനമായിട്ടും SIT മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ദക്ഷിണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കോടതി നേരത്തെ അംഗീകരിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വ്യക്തത ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയേക്കും. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ മൗനാനുവാദം നൽകി എന്നുള്ള ഒരു ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കണ്ഠരര് രാജീവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുക. അതായത് പ്രധാനമായിട്ടുള്ള കേസിന് അനുബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ അല്ലെങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ ഏതെങ്കിലും നേരിട്ടുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യേകമായിട്ട് കണ്ഠരര് രാജീവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ED ചോദിച്ചറിയുക. ഇത് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ N വാസുവിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കത്തുമായി ബന്ധപ്പെട്ടാണ് ഇതിലേക്ക് ആദ്യം വരുന്നത്. ഈ കത്ത് നൽകിയതിനു ശേഷമാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം തന്നെ ഉണ്ടാകുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബെനിഫിറ്റുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇതൊക്കെ ആയിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുക. ആത്യന്തികമായിട്ട് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കിയ ആളുകൾ, അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ അറിയാമോ, ഇത്തരം കാര്യങ്ങളായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചോദിച്ചറിയുക. എന്തായാലും അദ്ദേഹം ഹാജരാകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വിശദീകരണമോ മറുപടിയോ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മായ, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കും ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തന്ത്രി അടുത്ത മാസം ആദ്യവാരം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് EDയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി വാഗമണിൽ ഭൂരഹിത കുടുംബങ്ങൾക്ക് 12 വർഷം മുമ്പ് വിതരണം ചെയ്ത ഭൂമി ഇനിയും അവകാശികൾക്ക് ലഭിച്ചിട്ടില്ല. പട്ടയം കൈവശമുണ്ടായിട്ടും ഭൂമി സ്വന്തമാക്കാൻ കഴിയാതെ ദുരിതത്തിലാണ് 24 കുടുംബങ്ങൾ. 2014 ഫെബ്രുവരി 21 ഇടുക്കിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ വെച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാഗമണിലെ 24 ഭൂരഹിത കുടുംബങ്ങൾക്ക്
3 സെന്റ് ഭൂമി വീതം നൽകിയത്. വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ 813-ൽപ്പെട്ട ഭൂമിയുടെ പട്ടയവും കൈമാറി. സ്ഥലം അളന്നുതിരിച്ച് കല്ലിട്ടു. പട്ടയം ലഭിച്ചവർ ഇവിടെ വീട് വയ്ക്കാനെത്തിയപ്പോൾ സ്വകാര്യ വ്യക്തി തടസ്സവുമായി വന്നു. തന്റെ പട്ടയ ഭൂമിയാണ് സർക്കാർ ഭൂരഹിതർക്ക് വിതരണം ചെയ്തതെന്നായിരുന്നു ആരോപണം. ഒരു സ്ഥലത്തിന് 2 ഉടമസ്ഥരുണ്ടായതോടെ പട്ടയം കിട്ടിയ സ്ഥലത്ത് പ്രവേശിക്കാനോ വീട് പണിയാനോ കഴിയാത്ത അവസ്ഥയിലാണ് 24 കുടുംബങ്ങൾ. ഞങ്ങളിപ്പോൾ 19 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഈ സ്ഥലമാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അത് വേറെ ആളുടെയാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വില്ലേജിൽ ചെന്നപ്പോൾ താലൂക്കിൽ പോകാൻ പറഞ്ഞു. താലൂക്കിൽ ചെന്ന് ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അളക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളിവിടെ ഒരു 1 മണി വരെ ഞങ്ങൾ 24 പേരും കാത്തിരുന്നിട്ട് പിന്നെ ആ പുള്ളിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. വാഗമൺ കുന്നുംപുറത്ത് കരോട്ട് സാബു ഉൾപ്പെടെയുള്ളവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു. പട്ടയം കിട്ടി 12 വർഷമായിട്ടും ഭൂമി ലഭിക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണിവർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. മലപ്പുറത്ത് ലോറി കരിങ്കൽ കോറിയിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് മരിച്ച മുസ്തഫയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ ദിവസം ആദവനാട് പരിധിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ലോറി ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് വീണത്. ലോറിക്കുള്ളിൽ കുടുങ്ങിയ പൈക്കിനിക്കടവ് സ്വദേശി മുസ്തഫയെ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത്. ഹെറോയിൻ കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി കോഴിക്കോട് പിടിയിലായി. ചോട്ടുബായ് എന്ന പേരിൽ അറിയപ്പെടുന്ന റഗീബുൽ അലം ആണ് പിടിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 2 ലക്ഷത്തോളം വില വരുന്ന 50 ഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു. മട്ടാഞ്ചേരി ഭാഗങ്ങളിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ യുവാവ് പിടിയിലായത്. കേരളത്തിൻ്റെ തനത് വാദ്യകലയായ പഞ്ചവാദ്യത്തിൽ പെൺകരുത്ത് അറിയിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം വനിതകൾ. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 74 വിദ്യാർത്ഥിനികളാണ് ഈ വരുന്ന വനിതാ ദിനത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം അരങ്ങിൽ എത്തിക്കുന്നത്. തിമിരയും മദ്ദളവും ഇലത്താളവും കൊമ്പും ഇടയ്ക്കയുമെല്ലാം ചേർന്നൊരുക്കുന്ന താളവിസ്മയം. മലയാളികളുടെ സിരകളിൽ ആവേശം നിറയ്ക്കുന്ന പഞ്ചവാദ്യം സ്ത്രീകളുടെ കരുത്തിൽ ഇവിടെ കൊട്ടിക്കയറുകയാണ്. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യമാണ് വാദ്യകലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ള സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള 74 വനിതകളാണ് ഒരേ താളത്തിൽ അണിനിരക്കുന്നത്. ആദ്യം സോപാന സംഗീതത്തിലാണ് സ്ത്രീകൾ വന്നു ചേർന്നു, അവരുടെ പരിശീലനം നടന്നു. അത് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ പഞ്ചവാദ്യം എന്നുള്ളൊരു ഇത് വരുന്നത്. 64 സ്ത്രീകളെന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ 74 സ്ത്രീകളുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ തൊട്ട് 6ഉം 7ഉം 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് ഒരു 74, 73, 74 വയസ്സ് വരെയുള്ള സ്ത്രീകളുണ്ട്. വനിതാ ദിനത്തിൽ 1 മണിക്കൂർ നീളുന്ന പഞ്ചവാദ്യത്തിന്റെ താളവിസ്മയം തീർക്കാനായുള്ള അവസാനഘട്ട പരിശീലനത്തിലാണിവർ. വർഷങ്ങൾക്ക് മുന്നേ കലാരംഗത്ത് ഒറ്റപ്പെട്ടാണെങ്കിലും സ്ത്രീ സാന്നിധ്യം 200 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. കഥകളിയിൽ 200 വർഷത്തിലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ ഇനി ഇതൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ശാസ്ത്രീയ കലകളിൽ അതിൽ പഞ്ചവാദ്യം ഒരു പ്രധാന വിഷയമായി എടുത്ത് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരാനും കൂടി ഒരു ഭാഗമാവട്ടെ എന്നാണ് സോപാനം ഇതിനോട് ലക്ഷ്യമിടുന്നത്. തുകൽവാദ്യത്തിലെ ഈ താളപ്പെരുക്കം ലിംഗസമത്വത്തിന്റെ വിളംബരം കൂടിയാണ്. ഈ വരുന്ന വനിതാ ദിനം താളമേളത്തിന്റെ പെൺ പെരുമയാണ് കേരളത്തിന് സമ്മാനിക്കുക. TK രവീന്ദ്രൻ, അമൃത ന്യൂസ്, മലപ്പുറം. കാക്കിക്കുള്ളിലെ കലാകാരന്മാർ മാനവീയം വീതിയിൽ ഒത്തുകൂടിയപ്പോൾ അത് ജനകീയതയുടെ പുതിയ മുഖമായി മാറി. തിരുവനന്തപുരം മാനവീയം വീതിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കവിതയുടെ കന്നഡക്കാലം എന്ന പരിപാടി വരികളും വർത്തമാനവും കൂടിച്ചേർന്ന മനോഹര സായാഹ്നമായി മാറി. ഹൃദ്യമായ ഗാനങ്ങളിലൂടെ നിയമപാലകർ ആസ്വാദകരെ പിടിച്ചിരുത്തി.
36ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കവിതയുടെ കണ്ണടക്കാലം എന്ന പരിപാടിയുടെ ഭാഗമായാണ് പോലീസ് ഓർക്കസ്ട്ര പാട്ടിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയത്. കവി മുരുകൻ കാട്ടാക്കടയുടെ കവിതകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയുമുള്ള യാത്രയായിരുന്നു കവിതയുടെ കണ്ണടക്കാലം. തിരുവനന്തപുരത്തിന്റെ വളരെ മനോഹരമായ മാനവീയ വീതിയിരുന്ന് 2 കോള് വർത്തമാനവും ചിരി നുണയും പറഞ്ഞ് നമുക്ക് പിരിയാം. വാക്കും വരികളുമായി മുരുകൻ കാട്ടാക്കടയും രസകരമായ സംഭാഷണവുമായി NK കിഷോറും ഒത്തുചേർന്നപ്പോൾ പരിപാടി കാണികൾക്ക് വേറിട്ട അനുഭവമായി. എല്ലാവർക്കും തിമിരം, എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കേരള പോലീസിൻ്റെ മാറിയ മുഖമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ പണ്ടൊക്കെയാണെങ്കിൽ ഇതുപോലത്തെ സാംസ്കാരിക പരിപാടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പണ്ടൊരു കാലത്ത് പോലീസിനെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പോലീസ് തന്നെ മാനവികതയുടെ സാംസ്കാരികതയുടെ ഒരു മുഖമായി ഈ റോഡിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മാനവീയം വീഥിയിലെ ഈ കലാസന്ധ്യ പോലീസിന്റെ സാംസ്കാരിക മുഖം കൂടിയാണ് വരച്ചുകാട്ടിയത്. കതിരാടുന്ന പാടത്തെ അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ താണിക്കുടം പുഴ നാശത്തിന്റെ വക്കിലാണ്. പുഴ നവീകരണത്തിനായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. മാലിന്യം നിറഞ്ഞ പുഴയിൽ ഒഴുക്ക് നിലച്ച അവസ്ഥയിലാണ്. നിരവധി പേർ ആശ്രയിക്കുന്ന ജലസ്രോതസ് ഉപയോഗശൂന്യമായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഒരു നാടിന്റെ ജീവനാഡിയായ ജലസ്രോതസ് അനാസ്ഥയുടെ ബാക്കിപത്രമായി ഇല്ലാതാകുന്ന കാഴ്ചയാണ് താണിക്കുടം പുഴയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പക്ഷം. മാലിന്യങ്ങളും കയ്യേറ്റങ്ങളും കാരണം ഒഴുക്ക് നഷ്ടപ്പെട്ട പുഴയുടെ നവീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പുഴ നവീകരണത്തിനായി സർക്കാർ അനുവദിച്ച 5 കോടി രൂപ കൊണ്ട് ജലസേചന വകുപ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പരാതി. ഈ താണിക്കുടം പുഴയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിൽ മാലിന്യം മാറ്റുന്നതും അതുപോലെ തന്നെ പുഴ വികസിപ്പിച്ച് അതിൻ്റെ കനാൽ ശക്തിപ്പെടുത്തുന്നതുമായുള്ള പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചത്. യാതൊരുവിധ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങൾ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശേഷം ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. പുഴയോട് ചേർന്നുള്ള കയ്യേറ്റങ്ങളും അനധികൃത കൃഷിയും ഒഴിപ്പിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളാനിമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന താണിക്കുടം പുഴ കട്ടിലപ്പൂവം, താണിക്കുടം, പൊങ്ങണങ്കാട്, പെരിങ്ങാവ് വഴിയാണ് ഒഴുകുന്നത്. മാലിന്യം മൂലം ഒഴുക്ക് പൂർണ്ണമായി നിലച്ച അവസ്ഥയുമുണ്ട്. മഴ ശക്തമായാൽ പുഴയിൽ നിന്നുള്ള വെള്ളം കൃഷിയിടത്തേക്ക് കയറുകയും ചെയ്യും. ഇവിടെ ഈ തടയണ നമുക്ക് കാണാം. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ഒരാളിത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവിടെ കൃഷിക്ക് അതേപോലെ കുടിവെള്ളത്തിന് വളരെ ഉപകാരപ്രദമായ വെള്ളം കിട്ടി നിൽക്കണേ. ഇതിനൊന്നും ഒരു മാർഗവും കാണാതെ ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിയിട്ട് ഒരു തട്ടിപ്പ് മാത്രമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയാണ് ഈ പുഴ നവീകരണം. അത് ഈ തോടൊന്ന് കെട്ടി കിട്ടണം. എനിക്ക് ഈ കൊല്ലം വെള്ളം വന്നാൽ ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് 67 വയസ്സായി. എനിക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ഞാൻ ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഇറിഗേഷനിൽ വിവരാവകാശം വെച്ച് നോക്കിയപ്പോൾ ഒരു പണിയും തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് എൻ്റെ പേരിൽ വെച്ചിട്ടുള്ള വിവരാവകാശത്തിൽ മറുപടി ലഭിച്ചേക്കണത്. ഇതുവരെയായിട്ട് തോട് യാതൊരു പണിയും തുടങ്ങിയിട്ടില്ല. പുഴ നവീകരണത്തിന്റെ ഭാഗമായി പുഴയിലെ 5 ചെറിയ ചെക്ക് ഡാമുകളുടെ നവീകരണവും ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. ചെക്ക് ഡാമുകൾ നവീകരിച്ചാൽ കർഷകർക്ക് ഇതിലെ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിനോടൊപ്പം വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും ഇല്ലാതാകും. പുഴയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലം കിഫ്ബിയിലൂടെ വികസനത്തിന്റെ പടവുകൾ താണ്ടുകയാണ്. വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയിലൂടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചത് 650 കോടിയോളം രൂപയാണ്. പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ആശുപത്രി, കുടിവെള്ള പദ്ധതി തുടങ്ങി അമ്പലപ്പുഴ മണ്ഡലത്തിലെ സമസ്ത മേഖലകളിലെ വികസനങ്ങൾക്കും കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട്. കിഫ്ബി മുഖാന്തരം 650 കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടന്നത്.
നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കിഫ്ബി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഏതാണ്ട് 650 കോടിക്ക് മുകളിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഭാഗമായ മാത്രം പ്രൊജക്റ്റുകൾ ഏതാണ്ട് പൂർത്തിയായത് ഉണ്ട്. ഇനി തുടങ്ങാനുള്ള കൈനഗിരി പഞ്ചായത്തിലേക്കുള്ള ആലപ്പുഴ ടൗണിൽ നിന്ന് കൈനഗിരിയിലേക്ക് പോകുന്ന ഔട്ട് പോസ്റ്റ് പാലം അതിൻ്റെ കൂടി നിർമ്മാണം ആരംഭിക്കാനുണ്ട്. അതുകൂടെ വന്നാൽ ഏതാണ്ട് 700 കോടിയോളം വരും മൊത്തത്തിൽ. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വികസന മേഖലകളിലും കിഫ്ബിയുടെ ഒരു കയ്യൊപ്പുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയ സ്ഥാനം പോലെ തന്നെ അമ്പലപ്പുഴയ്ക്കും അതിൻ്റെതായ സ്ഥാനം കിഫ്ബി വഴി ലഭ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കിഫ്ബി വികസനങ്ങളുടെ കണക്കെടുപ്പിൽ പ്രധാനിയാണ് നാലുചിറ പാലം. 60.73 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചപ്പോൾ നാലുചിറയിൽ യാഥാർത്ഥ്യമായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ് കേബിൾ പാലമാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് സഹായകരമാകുന്ന പാലത്തിന് 458 മീറ്റർ നീളവും 10.5 മീറ്റർ വീതിയുമുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന നാലുചിറ ഇല്ലിച്ചിറ നിവാസികളുടെ സ്വപ്നങ്ങൾക്കാണ് കിഫ്ബിയിലൂടെ ചിറകുമുളച്ചത്. ശരിക്കും ഞങ്ങളുടെ ഈ പ്രദേശം തന്നെ ഇത് നാലുചിറ എന്ന രൂപത്തിൽ പൊതുവെ പുറമെ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ പാലം വന്നതിന് ശേഷമാണ്. പക്ഷിച്ചിറകിൻ്റെ മാതൃകയിലും ഈ കേബിൾ എക്സ്ട്രാ ഡോസ് പാലം എന്ന രൂപത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലം എന്ന രൂപത്തിലാണ് ഈ ഒരു പാലം വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാലത്തിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പോഴത്തേക്കും പല മേഖലകളായിട്ട് തിരിച്ച് പറയേണ്ടി വരും. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്താണെങ്കിൽ ഇത് ഈ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആറാണ് ഇത്, പുത്തനാർ എന്ന് പറയുന്നത്. ഇത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കുട്ടനാട് പ്രദേശത്തുള്ള ഒരു വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇതിലെ ഈ വെള്ളം വന്ന് പാസ് ചെയ്ത് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ വഴി പോകുന്ന ആറിൻ്റെ കുറുകെയാണ് ഈ പാലം വന്നിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമാണത്. അപ്പം ആ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഭയങ്കരമായ ഒഴുക്ക്, അതിനെ അതിജീവിച്ചാണ് ഞങ്ങൾ അക്കരെ കിടക്കുന്നത്. അപ്പം ആ ഒരു സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇപ്പം വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഈ മഴ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ അക്കരെ ഇറങ്ങാനായിട്ടൊക്കെ ഉള്ള അപകടങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെറിയ തോടുകളിലൂടെയൊക്കെ വള്ളത്തെ കൊണ്ടുവന്ന് അക്കരെ ഇറക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 25 വർഷത്തെ കാലഘട്ടം, ഒരു നൂറ്റാണ്ടിനപ്പുറം വരേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തോട്ടപ്പള്ളിയിലെ നാലുചിറ പാലം 60.73 കോടി രൂപയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തു. അത് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലമാണ്. അത് പുഴയിൽ തൂണില്ല, കരയിലാണ് തൂണുള്ളത്. ആദ്യത്തെ ഒരു ഡിസൈനാണ് അങ്ങനെയുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരംഭിച്ചു. 38 കോടി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മാറ്റിവെച്ചു. ഈ ഗവൺമെൻറ് 22 കോടി കൂടി മാറ്റി. അങ്ങനെ 60.73 കോടി മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് തോട്ടപ്പള്ളി നാലുചിറ പാലം. അവിടെ നിന്ന് കരുമാടിയിലേക്കുള്ള ബൈപ്പാസ് 90 കോടിയുടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിലേക്ക് ഈ റോഡിൻ്റെ ലിങ്ക് ചെന്ന് പറ്റുകയാണ്. ഈ റോഡിനെക്കുറിച്ച്, ഈ റോഡ് വരുന്നത് കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. കാർഷിക മേഖലയിൽ ഇന്ന് ഈ കഴിഞ്ഞ സീസൺ വരെ വള്ളത്തിന് ചുമട് കയറ്റി വിടുമ്പോൾ 95 രൂപയാണ് ഒരു കിൻഡലിന് നമ്മൾ കൊടുക്കേണ്ടത്. ഈ റോഡ് വന്നതോടെ ആ 95 രൂപ എന്നുള്ളത് ഒരു ഏക്കറിൽ 20 കിൻഡൽ നെല്ല് കിട്ടിയാൽ അത് എത്രയാണോ ആ തുക, അത് എക്കാലവും ഇനിയും ലോകമുള്ള കാലത്തോളം ഈ റോഡുള്ള കാലത്തോളം ആ തുകയിൽ നിന്ന്, ആ കൂലിച്ചെലവിൽ നിന്ന് ഏതാണ്ട് 2000-നടുത്ത് തുകയിൽ നിന്ന് കൃഷിക്കാരെ ഒഴിവാക്കി ഏറ്റവും ആദ്യത്തെ പ്രതിഫലം കൃഷിക്കാർക്ക് നൽകിയിരിക്കുകയാണ്. രണ്ടാമത് ഇവിടുത്തെ കൃഷികൾക്ക് 2 ലക്ഷത്തിൽ താഴെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ റോഡ് വരുന്നതിന് മുമ്പ്. ഇന്ന് ഇതിൻ്റെ വില പറയാനൊക്കത്തില്ല. സിനിമകളിൽ പ്രധാന ലൊക്കേഷനായി നിറഞ്ഞു നിന്നിരുന്ന മുപ്പാലത്തിനെ നാൽപ്പാലമാക്കി കൂടുതൽ മനോഹരമാക്കിയതിൽ കിഫ്ബിയുടെ പങ്ക് 17.55 കോടി രൂപയാണ്. നാൽപ്പാലമായി മാറിയതോടെ പാലത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറി. മുപ്പാലം നാൽപ്പാലമായി മാറിയതാണ്. ഇന്നിപ്പോൾ ആലപ്പുഴയുടെ ഒരു ഐക്കണായിട്ട് നാൽപ്പാലം മാറിയിട്ടുണ്ട്. പഴയ മുപ്പാലം സിനിമകളിലും മറ്റും, മലയാള സിനിമയിലും മറ്റ് അന്യഭാഷാ സിനിമയിലുമെല്ലാം പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു. നാൽപ്പാലമായപ്പോഴും വലിയ അട്രാക്ഷനോട് കൂടിയാണ് നിർമ്മിക്കപ്പെട്ടത്. 17.55 കോടി രൂപ മുടക്കിയിട്ടാണ് നാൽപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ കോടതി പാലത്തിന്റെ നവീകരണത്തിനായി 120 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി ആലപ്പുഴ ടൗണിലെ ജില്ലാ കോടതി പാലമാണ്. അമ്പലപ്പുഴ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ അതിർത്തിയിലാണ്.
ആലപ്പുഴ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ 120 കോടി രൂപയാണ് ആ പാല നിർമ്മാണത്തിനായി ഇപ്പോൾ ഗവൺമെൻറ് അലോട്ട് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരംഭിച്ചു, ഇപ്പോൾ ആവിഷ്കരിച്ചു. ഈ സർക്കാരിൻ്റെ സമയത്ത് സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു, ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. 4 ദിക്കിലേക്കും ആകാശപാതയും അടിപ്പാതയും കൂടി ചേർത്തുള്ള മനോഹരമായ ഡിസൈനാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. 120 കോടിയാണ് ആ പദ്ധതിയുടെ ആകെ ചെലവ് വരുന്നത്. തീരദേശ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന ദുരിതമാണ് കടൽക്ഷോഭം. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ പുറക്കാട് മുതൽ പുന്നപ്ര വരെയുള്ള കടൽ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിനായി 121 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 121 കോടി രൂപയാണ് പുലിമുട്ട് നിർമ്മിക്കാൻ മണ്ഡലത്തിലേക്ക് അനുവദിക്കപ്പെട്ടത്. ഇപ്പോൾ 30 പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. 19 എണ്ണത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 49 പുലിമുട്ടാണ് കിബി പൈസ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നത്. സാധാരണ പുലിമുട്ട് കടൽഭിത്തിയെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ കൂടി ചേർത്താണ് നിർമ്മിക്കേണ്ടത്. നിർഭാഗ്യവശാൽ സെൻട്രൽ ഗവൺമെൻറ് ഭാഗമായി ഒരു നയ പൈസ പോലും ലഭിച്ചിട്ടില്ല. പൂർണ്ണമായി കിബി പൈസ ഉപയോഗിച്ചാണ് അമ്പലപ്പുഴയുടെ തീരത്ത് ഈ പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ സ്കൂളുകളുടെ നവീകരണത്തിനായി 8 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി 73 കോടി രൂപയാണ് കിഫ്ബി ഷെയറായി അനുവദിച്ചത്. അതിലെ പറവൂർ സ്കൂള്, നീർക്കുന്നം SDV ഗവൺമെൻറ് UP സ്കൂള്, അമ്പലപ്പുഴ സ്കൂള് ഉൾപ്പെടെ നിരവധി സ്കൂളുകൾക്ക് കിബിയുടെ പൈസ ലഭ്യമായി. പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ വേറെ ലഭ്യമായിട്ടുള്ളതുണ്ട്. 3,90,00,000 വീതമുള്ള ബിൽഡിംഗാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പറവൂർ സ്കൂളും നീർക്കുന്ന SDV UP സ്കൂളും. അപ്പോൾ മൊത്തത്തിൽ അതിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി 117 കോടി മുടക്കിയിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ എക്യുപ്മെൻറ്റ്സും ഏറ്റവും ആധുനികമായ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. MRI സ്കാൻ, CT സ്കാൻ, അൾട്രാസൗണ്ട്, ബ്രോങ്കോസ്കോപ്പി, മാമോഗ്രാം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രിയായിട്ട് അത് മാറ്റാൻ കഴിഞ്ഞത് കിബിയുടെ ഭാഗമായി ലഭിച്ച സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് 173 കോടിയാണ് ആകെ ചെലവ്. അതിൽ സംസ്ഥാന ഷെയറായി വരുന്ന 73 കോടി രൂപ കിബി പൈസ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചു. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ജില്ലയുടെ പ്രധാന തലവേദനയായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ വലിയ ഇടപെടലാണ് MLA H. സലാമിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വിവിധ പദ്ധതികളിലായി 210 കോടി രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മറ്റൊന്ന് ആലപ്പുഴയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള കുടിവെള്ള പദ്ധതിയാണ്. ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗത്തായി 360 കോടിയാണ് കിബിയിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. അമ്പലപ്പുഴ മാത്രം കണക്കെടുത്താൽ 210 കോടിയോളം രൂപ കിബിയുടെ കുടിവെള്ള പദ്ധതിക്കായി ചെലവഴിച്ചിട്ടുണ്ട്. ആലപ്പുഴ ടൗണിൽ 4 ടാങ്കുകൾ, കുടിവെള്ള ടാങ്കുകൾ ഇപ്പോൾ നിർമ്മിച്ചു. അത് 2 എണ്ണം കിബിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കുടിവെള്ള ടാങ്കുകളാണ്. ഈ വിധത്തിൽ മണ്ഡലത്തിലെ വ്യത്യസ്തമായ വികസന മേഖലകളിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, തീരസംരക്ഷണം, കുടിവെള്ളം, അങ്ങനെ എല്ലാ നിലയ്ക്കുള്ള ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളിലും നമുക്ക് കിബിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഈ പ്രദേശത്തുള്ള ആദ്യത്തെ കിഫ്ബി പ്രോജക്റ്റ് അമ്പലപ്പുഴ തിരുവല്ല റോഡാണ്. അത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച റോഡാണ്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്കൊരു വലിയ സഹായം, അതൊരു നാടിൻ്റെ വികസനത്തിൻ്റെ മുഖം നല്ലതുപോലെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് കിബിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നാനാ മേഖലകളിൽ വികസന മുന്നേറ്റം സാധ്യമാക്കുന്നതിൽ നിസ്തുലമായ പങ്കാണ് 10 വർഷങ്ങൾക്കിടയിൽ കിഫ്ബി വഹിച്ചത്. അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണി വിലയിരുത്തലുകളുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപിന് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം. വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച വിപണിയിലുണ്ടായത്. ആഗോളതലത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ വിപണി സ്വാധീനിക്കേണ്ടായിരുന്നു. US ഇറാൻ തമ്മിലുള്ള സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായതും അതിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിലുണ്ടായിട്ടുള്ള ഇടിവ്, പ്രത്യേകിച്ചും എണ്ണ വിലയിലുണ്ടായിട്ടുള്ള വർധനവ്, സ്വർണ്ണ വിലയിലുണ്ടായിട്ടുള്ള വർധനവ്,
ഇതെല്ലാം കൂടി വിപണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിൽപ്പനയായിരുന്നു കഴിഞ്ഞ ആഴ്ച വിപണിയെ ബാധിച്ചത്. മാത്രമല്ല US ഫെഡറൽ റിസർവ് ഇനി പലിശ നിരക്കുകൾ കുറച്ചേക്കില്ല എന്നുള്ള ഒരു സൂചന കിട്ടിയതുമെല്ലാം ആഗോള വിപണികളിൽ പ്രത്യേകിച്ച് US വിപണികളിൽ ഒരു നഷ്ടത്തിലേക്ക് നീങ്ങി. അതിൻ്റെ സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടായി. മാത്രമല്ല ഇവിടെയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ വിക്സ് സൂചികയിലുണ്ടായിട്ടുള്ള മുന്നേറ്റം ഇതെല്ലാം വിപണിയിൽ വരും ദിവസങ്ങളിലും ഈ കയറ്റിറക്കങ്ങൾ തുടർന്നേക്കും എന്നുള്ളതിൻ്റെ സൂചന നൽകിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ അവസാന ദിവസം വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം വിപണിയെ വലിയ ഒരു വാരാന്ത്യത്തിൽ വലിയ മാറ്റമില്ലാതെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടർന്നേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യം ഒന്ന് മാത്രമാണ് ഇപ്പോൾ സൂചികയെ ഉയർന്ന നിലവാരത്തിൽ പിടിച്ചു നിർത്തുന്നത്. രണ്ടാം തല ചെറുകിട ഓഹരികളിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദം തുടരുകയും ചെയ്തു. IT മേഖലയിൽ ഇപ്പോഴും വിൽപ്പന സമ്മർദ്ദം തുടരുക തന്നെയാണ്. അത് മെച്ചപ്പെടുകയും ഒപ്പം തന്നെ ഓട്ടോ, ഫാമ തുടങ്ങിയ മേഖലയിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. സാങ്കേതികമായി 25,800 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്നൊരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരുന്ന ആഴ്ചയിലും വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധം. വീടിനകത്ത് കയറിയാണ് റീത്ത് വെച്ചത്. ഗേറ്റിന് പുറത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. വൈകിട്ട് 7 മണിക്ക് ന്യൂസിലാൻഡ് പാകിസ്ഥാനെ നേരിടും. നാളെ വൈകിട്ട് 7 മണിക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സെമി ഫൈനൽ മാർച്ച് 4, 5 തീയതികളിലും ഫൈനൽ 8-നും നടക്കും. ഗ്രൂപ്പ് ഘട്ടത്തിലെ കടമ്പകൾ കടന്ന 8 കരുത്തരായ ടീമുകളാണ് കിരീട പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ അപ്രതീക്ഷിത പുറത്താക്കൽ ഒഴിച്ചാൽ മുൻനിര ടീമുകളൊക്കെയും രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും, ബി ഗ്രൂപ്പിൽ നിന്ന് ശ്രീലങ്കയും സിംബാബ്വേയും, സി ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും, ഡി ഗ്രൂപ്പിൽ നിന്ന് ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമാണ് സൂപ്പർ 8-ലെത്തിയിരിക്കുന്നത്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരത്തിൽ നമീബിയെ പരാജയപ്പെടുത്തിയ പാകിസ്ഥാനും മികച്ച ഫോമിലുള്ള ന്യൂസിലാൻഡും പോരാടും. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ സൂപ്പർ 8-ലെ ആദ്യ മത്സരം ഞായറാഴ്ചയാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. 26-ന് സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ രണ്ടാം മത്സരം. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. അവസാന മത്സരം മാർച്ച് 1-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7 മണിക്ക് വെസ്റ്റ് ഇൻഡീസിനെതിരെയും നടക്കും. ഓസ്ട്രേലിയയെ അട്ടിമറിച്ചാണ് സിംബാബ്വെ സൂപ്പർ 8-ൽ ഇടം നേടിയത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർ സെമി ഫൈനലിലേക്ക് മുന്നേറും. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും 6 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഇനി വനിതാ ജംഗ്ഷനാണ്. വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുകയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ അവസ്ഥ കടുപ്പമേറിയതാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ജനങ്ങൾ പോകാൻ ഭയക്കുന്ന കാലം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ നിന്നും ഇതുവരെ ഡിസ്ചാർജ് ആയിട്ടില്ല. രോഗികൾക്ക് തീരാ ദുരിതം. ജീവൻ വെച്ച് കളിക്കുന്നത് ഇനിയും മതിയാക്കിക്കൂടെ? ആരുടെ ഭാഗത്തെ അനാസ്ഥ? ഉത്തരവാദി ആര് എന്നതാണ് ചോദ്യം. കേരളത്തിലെ ആരോഗ്യ മേഖല സുരക്ഷിതമോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്.
കഷ്ടത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അതാണിന്ന് ചർച്ച ചെയ്യുന്നത് കൂടി. ഈ ഉഷ ജോസഫ് 2021 വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്നത്. അതിനുശേഷം 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് അവർ വേദന സഹിക്കുകയാണ്. എന്താണ് ആ വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നീട് ഒരു സ്വകാര്യ ലാബിൽ പോയി പരിശോധിക്കുമ്പോഴാണ് വയറ്റിൽ കത്രിക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഈ വണ്ടാനത്ത് തന്നെ പോയിട്ട് എനിക്കിങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ പറയുന്നത് മൂത്രത്തിൽ കല്ലാണ്, അല്ലെ പല കാരണങ്ങൾ കൊണ്ട് പറയുന്നു, അതുകൊണ്ടാണ് ഈ വയറുവേദന എടുക്കുന്നത് എന്നതാണ് ഡോക്ടർമാർ സഹിതം പറയുന്നത്. പിന്നീട് ഒരു സ്വകാര്യ ലാബിൽ പോകുമ്പോൾ ഇത് കണ്ടെത്തുന്നു. എത്രത്തോളം ദുരിതാവസ്ഥയാണ് ആ അമ്മ അനുഭവിക്കേണ്ടി വന്നത് ഈ 5 വർഷക്കാലം കൊണ്ട്. തീർച്ചയായും ഞാൻ അശ്വതി തുടക്കത്തിൽ പറഞ്ഞ ആ ഇൻട്രോയിലെ ആ പോയിന്റുകൾ ഒന്ന് നോക്കുകയായിരുന്നു. നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളം അത് അവിടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരുപക്ഷെ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ മികച്ച രീതിയിലുള്ള, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആരോഗ്യ സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ചില കല്ലുകടികളൊക്കെ ഇത് ആദ്യത്തേതല്ല. ഇപ്പോൾ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു, ഇത് ആദ്യത്തേതല്ല, പക്ഷേ അവസാനത്തേതാകാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു സംവിധാനത്തെ അപ്പാടെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എങ്കിൽ കൂടിയും ഉഷ ജോസഫിന് സംഭവിച്ചതുപോലെ, സുമയ്യയ്ക്ക് സംഭവിച്ചതുപോലെ, വേണുവിന് സംഭവിച്ചതുപോലെ, ഹർഷയ്ക്ക് സംഭവിച്ചതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനാസ്ഥകൾ, മരണങ്ങൾ, രോഗാവസ്ഥ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. 5 വർഷം ഈ കോവിഡ് സമയത്താണ് ഇവർക്ക് ഈ ശസ്ത്രക്രിയ നടക്കുന്നത് തന്നെ. ഗർഭാശയത്തിലെ മുഴ മാറ്റാനുള്ള ശസ്ത്രക്രിയയാണ്. അത് നടന്ന് ആ കത്രിക ഉള്ളിൽ പെട്ടു. അവർ ഈ 5 വർഷം അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ഇനി അവർ എവിടെ പോയി എന്തൊക്കെ നീതി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് ആരെയൊക്കെ നിർത്തിയാലും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ നഷ്ടപരിഹാരം നൽകിയാലും ഒരുപക്ഷെ ഒരിക്കൽ പോലും നമുക്ക് അവരനുഭവിച്ച വേദനയ്ക്കുള്ള പരിഹാരം കൊടുക്കാൻ സാധിക്കില്ല എന്നതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ നമുക്ക് പ്രയാസം തരുന്ന ഒരു കാര്യം, ഈ ഒരു അസുഖവുമായി അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുമായി അവർ വീണ്ടും ആശുപത്രിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ആ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ്. ഒരുപക്ഷെ മൂത്രത്തിൽ എന്താണ് ശരിയായ അവരുടെ പ്രശ്നമെന്ന് ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോലും ആ ഡോക്ടർമാരുടെ ഭാഗത്തും തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അവർ അത് വേറെ രീതിയിൽ വയറ്റിൽ കത്രിക കുടുങ്ങി കിടക്കുന്നതിനെ മൂത്രത്തിൽ കല്ലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് വേറെ രീതിയിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജുകളെല്ലാം സാധാരണയിലും സാധാരണക്കാരായ ആളുകളാണ് ചെന്ന് എത്തിച്ചേരുന്നത്. തീർച്ചയായും പാവപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതൊന്നും ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. കാരണം ആ അമ്മ 5 വർഷത്തോളം പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് സംഭവം, എന്താണ് എനിക്ക് പറ്റിയത് എന്നുള്ളത്. അവരുടെ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് കൂടി സങ്കടം വരികയാണ്. കാരണം അവർ അത്രത്തോളം വേദനയായിരിക്കും ഒരു പക്ഷേ അനുഭവിച്ചിട്ടുള്ള, ഒരു പക്ഷേ എന്നല്ല തീർച്ചയായിട്ടും അവർ അത്രത്തോളം വേദന അനുഭവിച്ചു വന്നതാണ്. അപ്പോൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവരോട് കൊടുക്കുന്ന നിർദ്ദേശം അലക്കാൻ പാടില്ല, തൂക്കാൻ പാടില്ല, മുറ്റമടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഇവർ പുറത്ത് ഒരു ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ വയറ്റിൽ ഇങ്ങനെ കത്രികയുടെ രൂപത്തിലുള്ള ഒരു വസ്തു ഉണ്ട്, അത് കത്രിക തന്നെയാണെന്ന് അത് തിരിച്ചറിയുന്നത്. അങ്ങനെ അവർ പിന്നെയും പോവുകയാണ് ഹോസ്പിറ്റലിൽ. വീണ്ടും വണ്ടാനത്ത് പോകുമ്പോഴാണ് ഈ പറയുന്നത് നിങ്ങൾ അപ്പോൾ അവർ ഇത്രയും കാലം ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഈ വേദനയെല്ലാം സഹിച്ച് ചെയ്തുകൊണ്ട് അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് മൂത്രത്തിൽ കൂടി രക്തം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ്, സഹിക്കാൻ വയ്യാത്ത വേദനയായപ്പോഴാണ് വീണ്ടും അവർ ആശുപത്രിയെ സമീപിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ശസ്ത്രക്രിയ നടത്തി അവർ കത്രികയൊക്കെ പുറത്തെടുത്ത് സുഖം പ്രാപിക്കുമായിരിക്കും. പക്ഷേ ഇതൊന്നും പറ്റാതെ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് വെളുപ്പിൽശാലയിൽ ബിസ്മീറിനെ മറക്കാൻ സാധിക്കില്ല. മരണവെപ്രാളത്തിൽ നമ്മൾ ആ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ, ഡോക്ടർ അകത്തുണ്ടായിരുന്നു, നേഴ്സ് അകത്തുണ്ടായിരുന്നു, എന്നിട്ടെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ആ ഭാര്യയും ഭർത്താവും ആ അവസാന നിമിഷം വരെ പിടയ്ക്കുന്ന ആ മനുഷ്യൻ മരണവെപ്രാളത്തിൽ റിസപ്ഷൻ കൗണ്ടറിൽ ഓടി നടക്കുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ ഇതിനെയൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇനി
പേരിലാണെങ്കിൽ കൂടിയും അതെ ഡോക്ടർമാരെ നമ്മൾ ദൈവമായൊക്കെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകില്ല. അപ്പോൾ ആ മരണവെപ്രാളത്തിൽ ബിസ്മീർ എന്ന് പറയുന്ന വ്യക്തി വെപ്രാളപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയാണ്. പക്ഷേ വേണുവിന് ഇത്തരത്തിലൊരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കിഡ്നി പ്രശ്നമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാതെ അല്ലെങ്കിൽ അതിന് ഡോക്ടർമാർ പറയുന്ന കാര്യം വെച്ചാൽ ആശയവിനിമയത്തിൽ ഞങ്ങൾ ബന്ധുക്കളോട് കാര്യമെല്ലാം സംസാരിച്ചിരുന്നു. ഒരു ആൻജിയോഗ്രാം ചെയ്യാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല വേണു. പക്ഷേ ഞങ്ങൾ ആശയവിനിമയം നടത്തിയത് ഈ രോഗിയുടെ ബന്ധുക്കൾക്ക് മനസ്സിലായില്ല എന്നാണ്. അക്കാര്യത്തിലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇതിൽ കൈ കഴുകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് ജീവനെ വെറും നിസ്സാരവൽക്കരിച്ച് എന്താണ് ഈ ഡോക്ടർമാർ ഇങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു കാര്യം പോയി പറയുമ്പോൾ അവരതിനെ വളരെ ലഘൂകരിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വപ്ന കുറേ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഒരു പ്രസവത്തെ തുടർന്ന് വയറ്റിനകത്ത് തുണി വെച്ച് മറന്ന ഒരവസ്ഥ, അത് പിന്നീട് രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുണി പുറത്തേക്ക് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അത് ആശുപത്രിയിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്ന ആ ഒരു മറുപടിയാണ് അതിനെ എത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നു. എങ്ങനെയാണ് ഡോക്ടർമാർക്കൊക്കെ ഇത്രയും മനുഷ്യജീവൻ ഇത്രയും വിലയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ലഘൂകരിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നത്? അവിടെയാണ് ആരോഗ്യ കേരളം ചോദ്യചിഹ്നമായി മാറുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ കൈവിട്ടു പോയ ഒരു കാര്യത്തെ ന്യായീകരിച്ച് അതിനെ അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പലപ്പോഴും ഇത്തരം കേസുകളെല്ലാം പൊതുജനമധ്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ മുന്നിൽ എത്തുന്നത് തന്നെ ഇതിന് വിധേയരായവരുടെ അല്ലെങ്കിൽ ഈ വേദന അനുഭവിക്കുന്നവർ തുടരെ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇവരിങ്ങനെ വന്ന് ഈ പരാതികളെല്ലാം പറയുമ്പോൾ തന്നെയാണ് ഒരുപക്ഷെ ഒരു വലിയ രീതിയിൽ ജനശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് പോലും. ഏറ്റവും ഉദാഹരണം ഇവിടെ നമുക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു പേരാണ് സുമയ്യ. ഇപ്പോൾ ഈ ഉഷ ജോസഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഹർഷിനിക്ക് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കറിയാം കോഴിക്കോട് അവർ ഒരു 9ഓളം ശസ്ത്രക്രിയകളാണ് ഈ ഒരു 6-7 വർഷത്തിനകത്ത് അവർക്ക് നടത്തിയത്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.